നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും താല്പര്യമുള്ള ഒരു 5 രാജ്യങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാല് എന്തായാലും അമേരിക്കയുടെയും UK യുടെയും നെയിം അതിന്റെ ഉള്ളിൽ കടന്നു വരാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്കിടയിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ പോയിട്ട് MBBS ചെയ്യണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് PG ചെയ്യണമെന്ന് ഇത്രയേറെ ആഗ്രഹമുള്ളത്? അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ സ്റ്റുഡന്റ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന പോർഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയുണ്ടായി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2019 ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കുള്ള 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഈ പറയുന്ന 5 രാജ്യങ്ങളിൽ പോയിട്ട് MBBS PG ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വേറെ രജിസ്ട്രേഷനോ ലൈസൻസോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു 5 രാജ്യങ്ങൾ ഒഴികെയുള്ള വേറെ ഏത് രാജ്യത്ത് പോയി MBBS പഠിച്ചാലും തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് FMG എന്ന് പറയുന്ന പരീക്ഷ എഴുതിയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. PG ആണെങ്കിൽ ഈ പറയുന്ന 5 രാജ്യങ്ങൾ ഒഴികെയുള്ള വേറെ ഒരു രാജ്യത്തിന്റെ PGയും ഇന്ത്യയിൽ വാലിഡ് അല്ല. ആകെ പിന്നെ എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ BP കൊയ്രാള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സർജറിയും ഡെർമറ്റോളജിയും പിന്നെ റേഡിയോളജിയും ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റിലെ PGs മാത്രമാണ് ഈ പറയുന്ന 5 രാജ്യങ്ങൾ ഒഴികെ ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ളത്. സോ ഇത് തന്നെ ആയിരിക്കാം അല്ലേ ഈ പറയുന്ന 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് MBBS PG ചെയ്യണമെന്ന് പല വിദ്യാർത്ഥികളും അവരുടെ വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. സോ ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് MBBS PG ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്? നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ UK പോയിട്ട്, യുണൈറ്റഡ് കിങ്ഡത്തിൽ പോയിട്ട് MBBS PG ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് നമുക്ക് വരും, അത് കൂടാണ്ട് ഈ പറയുന്ന രാജ്യത്ത് പോയി MBBS PG ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്, ഈ പറയുന്ന രാജ്യങ്ങളിൽ പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് MBBS PG ഒക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവാണ്. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ MBBS PG ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ വാലിഡ് ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഏകദേശം 65ഓളം രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ ഡിഗ്രി വാലിഡ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. സോ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ, വേറെ ലൈസൻസിങ് എക്സാംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്താണ് UK കേസിലോട്ട് വരുന്ന സമയത്ത് UK പോയിട്ട് MBBS പഠിക്കല്, ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കല് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷേങ്കിൽ നമുക്ക് UK പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് MD PG ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. സോ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. സോ നിങ്ങൾ എന്താണ് മെഡിക്കൽ രംഗത്ത് നല്ല ഒരു മികവുറ്റ പ്രതിഭയാവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ സാമ്പത്തികം അത്രയേറെ ബെറ്റർ അല്ല, നിങ്ങളുടെ എന്താണ് ആവറേജ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒന്നുകിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിൽ വളരെ ബഡ്ജറ്റീവായിട്ട് നിങ്ങൾ MBBS പഠിച്ചതിന് ശേഷം UK പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു കോസ്റ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ MD ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് എന്ത് ചെയ്യാം, വൺസ് നിങ്ങൾ MD ചെയ്ത് കഴിഞ്ഞാൽ ആ MD നിങ്ങൾക്ക് ഇന്ത്യയിലും അത് കൂടാണ്ട് 65 രാജ്യങ്ങളിൽ വാലിഡ് ആണ്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി UK MBBS കേസ് എടുക്കുന്ന സമയത്ത് UK MBBS ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമാണ് കേട്ടോ. ബിക്കോസ് യൂറോപ്യൻ റെഗുലേഷൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് UK എന്ന് പറയുന്നത്. യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് UK ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് 6 വർഷം കൊണ്ട് 360 ക്രെഡിറ്റ്സ് പെർ ഇയർ, 60 ക്രെഡിറ്റ്സ് വെച്ച് 360 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ ഡിഗ്രി തന്നെ കംപ്ലീറ്റ് ആവുന്നത്. സോ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇയേഴ്സ് ആണ് MBBS സംബന്ധിച്ചിടത്തോളം. പിന്നെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK സംബന്ധിച്ചിട്ട് UK എന്നല്ല, UK, US, കാനഡ അടക്കമുള്ള ഏത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ നമ്മൾ എടുത്താലും നമുക്ക് അവിടെ പോകണമെങ്കിൽ എന്താ വേണ്ടത്, ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കമ്പൽസറി ആണ് അല്ലെ. IELTS, TOEFL പോലുള്ള എക്സാമുകൾ നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങോട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതും IELTS ഒക്കെ ആണെങ്കിൽ നല്ല സ്കോറിൽ മിനിമം ഒരു 7.5 ഒക്കെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഡിക്കൽ പ്രോഗ്രാമുകൾക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. ഓക്കെ, പിന്നെ UK നമ്മളിപ്പോ MBBS ഫീസ് കൊടുത്ത് പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് മിനിമം ഒരു 30 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം രൂപ വരെ എന്ത് വരും, നമുക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് 6 ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീസ് മിനിമം ഒരു 1,80,00,000 രൂപ മിനിമം ട്യൂഷൻ ഫീസ്, നമ്മുടെ ലിവിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ 2.5 മുതൽ 3 കോടി വരെ ഉണ്ടെങ്കിൽ മാത്രമേ UK നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MBBS കാശ് കൊടുത്ത് പഠിക്കൽ നടക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ നമുക്ക് PG ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ UK സ്കോളർഷിപ്പ് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് എന്താണ് UK പല യൂണിവേഴ്സിറ്റികളും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. 100% ഫീസ് വേവർ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, 50%, 10% ഒക്കെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് UK അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്കോളർഷിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷെവനിങ് സ്കോളർഷിപ്പ് വരുന്നുണ്ട്, ദെൻ ഗ്ലോബൽ ഹെൽത്ത് ഫ്യൂച്ചർ ലീഡേഴ്സ് സ്കോളർഷിപ്പ് വരുന്നുണ്ട്, ദെൻ ഹല്യോക്ക് മെഡിക്കൽ സ്കൂൾ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള
പല സ്കോളർഷിപ്സും എന്തുണ്ട് ഇന്ന് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ടും പല സ്കോളർഷിപ്പ് എക്സാമുകളും എന്തുണ്ട് UK നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ട് UK വളരെ ഈസി ആയിട്ട് പോയിട്ട് MBBS ചെയ്യാമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ബിക്കോസ് ഇന്നിപ്പോ നമ്മൾ നീറ്റ് എഴുതിയിട്ട് നീറ്റിൽ ഒരു 720 700 മാർക്ക് മേടിക്കുന്നതിനേക്കാൾ കടമ്പയുണ്ട് UK ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് എഴുതി 100% ഫീ വേവറിലൊക്കെ പോയി പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ UK പോയിട്ട് ഡയറക്റ്റ് MBBS ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോയിട്ട് MBBS ചെയ്യുന്നു. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനോ കസാക്കിസ്ഥാനോ റഷ്യയൊക്കെ പോലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ MBBS ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് UK വന്നിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് PG ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം UK PG വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള 65ഓളം രാജ്യങ്ങളിൽ വേറെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. സോ ആ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ UK പോലെ രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് PG ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം, അല്ലെ? സോ നമ്മുടെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുക? ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണ് എന്ന് അറിയാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അതിൽ നമ്മുടെ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വൺസ് നിങ്ങൾ സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് വരും കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ കൺട്രി ചൂസ് ചെയ്യുക. കൺട്രി ചൂസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോ അർമേനിയ എന്ന് പറയുന്ന കൺട്രിയാണ് ചൂസ് ചെയ്യുന്നത്. കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തുള്ള ഫുള്ളായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ സ്കൂൾ ലിസ്റ്റഡ് ആണ് എങ്കിൽ ബേസിക്കലി നിങ്ങളുടെ മെഡിക്കൽ സ്കൂൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വേണ്ട രണ്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രണ്ട് റെക്കഗ്നൈസേഷൻസ് എന്ന് പറയുന്ന ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFME എന്ന് പറയും, വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ റെക്കഗ്നൈസേഷൻ, അല്ലെങ്കിൽ ECFMGയുടെ റെക്കഗ്നൈസേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ECFMGയുടെ റെക്കഗ്നൈസേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ മെഡിക്കൽ സ്കൂൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു സ്പോൺസർ നോട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ നോക്കുക. സ്പോൺസർ നോട്ട് എന്ന് പറയുന്ന പോർഷൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ മെഡിക്കൽ സ്കൂളിന് ECFMGയുടെ റെക്കഗ്നൈസേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ എയ്തർ ECFMG അല്ല എങ്കിൽ WFMന്റെ റെക്കഗ്നൈസേഷൻ ഉണ്ട് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്കൂൾ ഒരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ സ്കൂൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന സ്കൂൾ ഒരു റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ സ്കൂൾ ആണോ എന്നുള്ളൊരു കാര്യം പ്രോപ്പർലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ചൂസ് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിന്റെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ വളരെ ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് UK നമുക്ക് പോകാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. UK വൺസ് നിങ്ങൾ എന്ത് ചെയ്തു? MBBS കഴിഞ്ഞതിന് ശേഷം പിന്നെ UK എൻട്രി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള പ്ലാബ് എഴുതുക എന്നതാണ്. കറന്റ്ലി UK ലൈസൻസിങ് എക്സാം എന്ന് പറയുന്ന പ്ലാബ് ആണ്. പക്ഷേ 2025 മുതൽ UKML ഇംപ്ലിമെന്റ് ആവും എന്ന് പറയുന്നുണ്ട്. സോ എനിഹൗ നമ്മുടെ പ്ലാബിന്റെ സ്ട്രക്ചർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. പ്ലാബിന് നമുക്ക് 2 എക്സാംസ് ആണുള്ള പ്ലാബ് 1ഉം പ്ലാബ് 2ഉം കേട്ടോ. ഇതിനകത്ത് പ്ലാബ് 1ന്റെ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 30,000 ആണ്. ഇന്ത്യൻ രൂപ ഒരു 30,000 രൂപയാണ് പ്ലാബ് 1ന്റെ രജിസ്ട്രേഷനും എക്സാമിനേഷൻ ഫീസ് എല്ലാം കൂടെ ചേർത്ത് വരുന്നത്. ഓക്കെ, 268 പൗണ്ട് ആണ് എന്ത് വരുന്നത്? പ്ലാബിന്റെ എക്സാമിനേഷൻ ഫീസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വരുന്നത്. ഇനി നമ്മൾ പ്ലാബ് 2 എടുക്കുകയാണെങ്കിൽ 860 പൗണ്ട് ആണ്. ഏകദേശം നമുക്കൊരു 1 മുതൽ 1.25 ലക്ഷം രൂപ വരെ നമുക്ക് എക്സ്പെൻസ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ പ്ലാബ് 1 എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നമുക്ക് ഇന്ത്യ അടക്കമുള്ള ഏകദേശമുള്ള എല്ലാ രാജ്യങ്ങളിലും വന്നിട്ട് പ്ലാബ് 1ന്റെ സെന്റർ അവൈലബിൾ ആണ്. സോ ഈവൻ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ പഠിക്കുന്നത് റഷ്യയിലാണ്, നിങ്ങൾ 6 years കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ റഷ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ പ്ലാബ് 1നെ സംബന്ധിച്ച് ഓൺലൈൻ ആണ്. ലോകത്തിന്റെ എവിടെ ഇരുന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി പ്ലാബ് 2വിനെ സംബന്ധിച്ചിട്ട് പ്ലാബ് 2 എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ്. ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വേണം എക്സാമിനേഷൻ കൊടുക്കാനായിട്ട്. പ്ലാബ് 2ന്റെ അസസ്മെന്റ് സെന്റർ UK അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി മാഞ്ചസ്റ്ററിൽ മാത്രമാണ്. സോ പ്ലാബ് 2 കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാഞ്ചസ്റ്ററിൽ നേരിട്ട് പോയി നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ
കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ വൺസ് പ്ലാബ് 1 പാസ്സായതിനു ശേഷം എന്ത് ചെയ്യുക, മാഞ്ചസ്റ്ററിൽ ഡയറക്റ്റ് പോയി നിങ്ങൾ പ്ലാബ് 2 കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ പ്ലാബ് 1ഉം പ്ലാബ് 2ഉം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ജിക്ക് ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. പ്ലാബ് 1ഉം പ്ലാബ് 2ഉം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ് എ ജൂനിയർ റെസിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. നിങ്ങൾ യു കെയിൽ രജിസ്ട്രേഷൻ കിട്ടി. യു കെയിൽ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ് പ്ലാബ് 1ഉം 2 എന്ന് പറയുന്നത്. സോ യു കെയിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായി, ആസ് എ ജൂനിയർ റെസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, അവർ നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല് നോക്കും. ക്ലിനിക്കൽ സ്കില്ല് നോക്കിയിട്ട് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല് പ്രോപ്പർലി എന്താണ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് MBBS കഴിഞ്ഞതിന് ശേഷം നേരെ പോയാണ് പ്ലാബ് 1 പ്ലാബ് 2 എഴുതി പാസ്സായത്, നിങ്ങൾക്ക് പ്രോപ്പർ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒബ്സർവർഷിപ്പിലോട്ട് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. ഒബ്സർവർഷിപ്പിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒബ്സർവർഷിപ്പിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുതൽ 6 മാസം വരെയൊക്കെ ഒബ്സർവേഷന്റെ ഡ്യൂറേഷൻ വേരി ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് എത്രത്തോളം നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ ഇംപ്രൂവ് ആവുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒബ്സർവേഷന്റെ ഡ്യൂറേഷനിൽ ചേഞ്ച് വരുന്നത്. സോ ഒബ്സർവേഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിന്റെ അണ്ടറിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡോ കാര്യങ്ങളൊന്നും ലഭിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ പ്ലാബ് 1 പ്ലാബ് 2 പോകുന്നതെങ്കിൽ ഒബ്സർവേഷിപ്പ് നിങ്ങൾ പോകേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ല എങ്കിൽ എനിഹോ നിങ്ങൾ ഒബ്സർവേഷിപ്പിലോട്ട് പോകേണ്ടി വരും. വൺസ് ഒബ്സർവേഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, GMC ജനറൽ മെഡിക്കൽ കൗൺസിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ GMC എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന പോലെ, NMC എന്ന് പറയുന്നത് പോലെ യു കെയിൽ GMC ആണ് അവിടുത്തെ എന്താണ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറയുന്നത്. മനസ്സിലായി, ജനറൽ മെഡിക്കൽ കൗൺസിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. സോ വൺസ് നമുക്ക് GMCയിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് PG യുടെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. PG യുടെ എക്സാംസ് പല യൂണിവേഴ്സിറ്റികളും അത് കൂടാണ്ട് പല ഓർഗനൈസേഷൻസും സെപ്പറേറ്റ് ആയിട്ട് PG യുടെ എക്സാംസ് നടത്തുന്നുണ്ട്. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, MRCP അവൈലബിൾ ആണ്, MRCS അവൈലബിൾ ആണ്, UCAT അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എന്താണ് പല തരത്തിലുള്ള എന്താണ് PGക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസ് നടത്തുന്നുണ്ട്. സോ ഇതിൽ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വൺസ് നിങ്ങൾ PG യുടെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് 2 പ്രോസസ്സിലൂടെയാണ് നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത്. അത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് തന്നെ പിന്നെ തീരുമാനിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് നിങ്ങൾ എന്താണ് ഗൈനക്കോളജി, ഒഫ്താൽമോളജി, MS ഓർത്തോ, ഡെർമറ്റോളജി, റേഡിയോളജി ഒക്കെ പോലുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പോയിട്ട് അവിടെ ഇന്ത്യൻ ട്രെയിനി ആയിട്ടായിരിക്കും നിങ്ങൾ PGക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുപോലെ എന്താണ് നേരെ പോയി കോളേജിൽ പഠിക്കുന്ന സിസ്റ്റം ഒന്നും അല്ല. അവിടെ PGക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ് ഹോസ്പിറ്റലാണ് പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ദെൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ PGയും ചെയ്യാൻ പോകുന്നത്. സോ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് കിട്ടും. അതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാം. 0 എന്താണ് ട്യൂഷൻ ഫീ ആണ്, വേറെ ട്യൂഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചിട്ട് വരുന്നില്ല. പക്ഷേങ്കിൽ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഫോറൻസിക് മെഡിസിനോ അനാട്ടമിയോ ഫിസിയോളജിയോ ബയോകെമിസ്ട്രി ഒക്കെ പോലുള്ള നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ബിക്കോസ് നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ എന്താണ് PG ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലല്ല ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ യൂണിവേഴ്സിറ്റീസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് ഒരു യൂണിവേഴ്സിറ്റി ഫീസ് ഉണ്ടാവും. അത് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, UK നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങളിപ്പോൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫീസോ കാര്യങ്ങളൊന്നും ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. നോൺ ക്ലിനിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ. സോ നിങ്ങളിപ്പോ മെഡിക്കൽ രംഗത്ത് വളരെ നല്ലൊരു കരിയർ ഷേപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്, അപ്പോൾ എനിക്ക് വളരെ ഫീസൊക്കെ കൊടുത്തിട്ട് എന്താ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്തിലോ ഒന്നും പോയി പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പർലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് നിങ്ങൾ MBBS പഠിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിൽ MBBS പഠിച്ചോ. അതിനുശേഷം എന്ത് ചെയ്യുക, UK കാനഡയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ US ഒക്കെ പോലുള്ള രാജ്യത്തിൽ പോയിട്ട് അവരുടെ ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതി എന്ത് ചെയ്യുക, അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ PG ചെയ്യൂ. PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്ത് ചെയ്യുക, വിദേശത്ത് ഏതെങ്കിലും രാജ്യത്തിൽ MBBS അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മുടെ കൗൺസിലിംഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് കൂടാണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ PG ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.